ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുകയാണ്. മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രധാന ആവശ്യം. പ്രതിപക്ഷം വലിയ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. കറുത്ത ഡ്രസ് അണിഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. കലക്ടറേറ്റിലേക്കാണ് ഇപ്പോൾ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബ്ലാക്ക് മാർച്ച് നടക്കുന്നത്. കണ്ണൂരിലാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിജേഷ് ഗോവിന്ദൻ ചേർന്നു. വിജേഷ്, സമരം ശക്തമാക്കുകയാണോ ജില്ലയിൽ? ഇത് ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ കളക്ടറേറ്റിലേക്ക് അല്പം മുൻപ് ഈ ബ്ലാക്ക് ഔട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രവർത്തകർ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഈ പ്രകടനത്തിൽ പങ്കെടുത്തത്. 80-നടുത്ത് വരുന്ന പ്രവർത്തകർ കളക്ടറേറ്റിനകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരുടെ പോലീസ് ബ്ലോക്ക് ചെയ്തതാണ് ചെറിയ തരത്തിലുള്ള ഉന്തും തള്ളിലേക്ക് നീങ്ങിയത്. പ്രവർത്തകരും പോലീസും തമ്മിൽ കുറച്ചു നേരം ഈ കളക്ടറേറ്റിന് മുൻപിലുള്ള റോഡിൽ വെച്ച് ഉന്തും തള്ളും ഉണ്ടായി. ഇപ്പോൾ ഈ വിഷയം അവസാനിച്ചിരിക്കുന്നു. മാർച്ചിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ചടങ്ങിലേക്ക് മാറിയിരിക്കുകയാണ്. ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകർ ഈ മാർച്ചിനകത്ത് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത ശബരിമല വിഷയത്തിലടക്കം പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ധന്യ. വരും ദിവസങ്ങളിലും ഇതുപോലെ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനം പ്രതിപക്ഷം എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗം കൂടിയായിരിക്കും ഇത്. ബ്ലാക്ക് മാർച്ച് എന്ന പേരിലാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. സ്ഥലത്തെ ഒരു സാഹചര്യം എന്താണ് വിജേഷ്? സംഘർഷാവസ്ഥയുണ്ടോ? പോലീസൊക്കെ ഇടപെടുന്ന ഒരു സാഹചര്യം കൂടി കണ്ടു ദൃശ്യങ്ങളിൽ. നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് ഒഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മാർച്ചിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. മുൻ മേയർ ടി.ഒ. മോഹൻ, കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ടി.ഒ. മോഹനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷാവസ്ഥയുടെ സാഹചര്യം മാറിയിരിക്കുന്നു. പോലീസ് പ്രതിഷേധക്കാർ വരുന്ന ഘട്ടത്തിൽ തന്നെ പ്രധാന ഗേറ്റിന്റെ ആ ഭാഗം ബാരിക്കേഡും അതുപോലെ തന്നെ ഗേറ്റ് അടച്ചും നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. പക്ഷേ ഈ ബാരിക്കേഡ് മറച്ചിട്ട് ഗേറ്റിനകത്തൂടെ കലക്ട്രേറ്റ് വളപ്പിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ചെറിയ തരത്തിൽ ബലം പ്രയോഗിച്ചത്. ഈ ബലം പ്രയോഗിക്കലിനൊടുവിലാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായത്. തുടർന്ന് കുറച്ചൊരു 4-5 മിനിറ്റ് നേരം റോഡിൽ തന്നെ വെച്ച് പ്രവർത്തകരും പോലീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തരത്തിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. ധന്യ.